ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഫിലിം ലവ് എന്തെങ്കിലും ആവട്ടെ, ഫിലിംസും നമ്മുടെ ലവ് ലൈഫും തമ്മിലുള്ള അഗാധമായ ഒരു ബോണ്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഫിലിംസ് നമ്മുടെ ലൈഫിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ കാണുന്ന ഫിലിംസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു മോസ്റ്റ് കോമൺ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് മീശയൊക്കെ പിരിക്കുമ്പോൾ ഈ ലാലേട്ടൻ ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലേക്കൂടെ ഒന്ന് ഓർമ്മ വരാറുണ്ടല്ലോ, അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്യുന്ന പോലെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ മുണ്ടെടുക്കുന്നതോ അല്ലെങ്കിൽ മീശ പിരിക്കുന്നതിനെ പറ്റിയിട്ട് ഒന്നുമല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിലിംസ് നമ്മുടെ ലവ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ സിനിമ ആണ്, ആ പാട്ട് കേൾക്കുക എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു റിലീഫ് വരുന്ന സംഭവമാണല്ലോ. നമ്മളെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സാധനമാണ് ഈ ഒരു ഫിലിംസ് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കൽ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നല്ലപോലെ ഫിലിംസൊക്കെ കാണുന്ന ഒരാളാണ്. അമ്മ ഇങ്ങനെ പൈസയൊക്കെ എവിടെ പോയി, മാസം സാലറി ഒക്കെ കിട്ടുന്നില്ലേന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഈ മാസം എത്ര പണം കണ്ടു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഒന്ന് ഓർമ്മ വരുന്നതെന്നുള്ളത്. അപ്പോൾ വിചാരിക്കും കുറച്ച് എനിക്ക് സേവ് ചെയ്യാമെന്നൊക്കെ. എവിടെ വീണ്ടും പോകുന്നുള്ളതാണ്. 5 ആൾ മാത്രമുള്ള ഷോസ് വരെ ഞാൻ കയറിയിട്ടുണ്ട്. ഈവൻ ഞാൻ ഈ ലാസ്റ്റ് ഇറങ്ങിയ നമ്മളെ ഗോൾഡിന് മുന്നേ 4 ഇയേഴ്സ് കാണാനായിട്ട് പോയപ്പോൾ വെറും 5 ആളാണ് ഉണ്ടായിരുന്നുള്ളത്. 5 ആൾ കുറവാണെങ്കിൽ ഷോ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 5 ആളുള്ളതുകൊണ്ട് ആ പടമെങ്കിലും കാണാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പടത്തിന് ഇങ്ങനെ കയറിക്കൊണ്ടേ നിൽക്കുന്നുള്ളത്. ഒരു ഫിലിം മേക്കർ ആവാനുള്ള ആസ്പിറേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. എനിവേസ് നമ്മൾ ടോപ്പിക് അതല്ലല്ലോ അല്ലേ. ലവ് ആൻഡ് ഫിലിംസ്. ഒരു 10 സെക്കൻഡ്സ് സമയം തരാം. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു ലവ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫിലിം ഏതാണ്? ടൈം ഈസ് അപ്പ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പടം നിങ്ങൾക്ക് അത്ര ഇഷ്ടമായി? ആ ഒരു മൂവിയിലെ മെയിൻ ലീഡ്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നതിൻ്റെ റീസൺ എന്താണ്? അതത്രയും റിലേറ്റബിൾ ആയതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ GVM പടങ്ങളിലേക്ക് ഒരു വലിയൊരു ഫാനാണ്. സൂര്യയുടെ വാരണവരൊക്കെ കണ്ടതിന് കയ്യും കണക്കില്ല എന്നൊക്കെ പറയാം. അതുപോലെ നമ്മുടെ എവർഗ്രീൻ ക്ലാസിക് ആയിട്ടുള്ള DDLS, ദിൽവാലെ ദുൽഹനിയ ലേ ജായേ, അതുപോലെ തന്നെ യേ ജവാനി ഹേ ദിവാനി, തമാശ, മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രേമം, അനാർക്കലി, അനുരാഗ കരിക്കും വെള്ളം, എൻ്റെ മൈൻഡിലൂടെ മൈൻഡിലൂടെ ഓടി വന്ന കുറച്ച് പടങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ആൻഡ് ഈ അടുത്ത് കണ്ട നമ്മുടെ സീതാറാമം, ഇങ്ങനെ ഒരുപാട് കുറച്ച് പടങ്ങളുണ്ട്. ഇങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. അത് കണ്ടു തീർന്നാലും നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ വീണ്ടും കറങ്ങി നടക്കുന്നുണ്ടാവുന്നുള്ളത്. അതിൽ ഓരോ സീൻസും നമ്മുടെ മൈൻഡിലൂടെ ഇപ്പോഴും ഓടുന്നു എന്നുള്ളത്. നമ്മളെ വാരണായിരത്തിലെ പ്രപ്പോസൽസ് ഇങ്ങനെ ഓർമ്മയില്ലേ? ഹായ് മാലിനി, ഹായ് കൃഷ്ണൻ, நான் இதை சொல்லி ஆகணும், நீ அவ்வளோ அழகு, இங்கே இவனும் இந்த அழகாக இவ்வளோ அழகாக பார்த்துருக்க மாட்டாங்க, அண்ட் ஐ எம் ലവ് വിത്ത് യു. ഞാൻ പറഞ്ഞ ആ ഒരു സൂര്യ പറഞ്ഞ ഒരു സംഭവമൊന്നും കിട്ടില്ല എന്നറിയാം. എന്തായാലും നിങ്ങൾക്കറിയാം, ആ ഒരു ടൈംസിൽ നിങ്ങൾ പലരും ഇതിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് പലരുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള ഡയലോഗ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇപ്പോൾ മലയാളത്തിലെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മലയാളത്തിലെ ലാലേട്ടൻ്റെയൊക്കെ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടല്ലോ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അധികാലത്ത് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളികൾ തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. ഇതൊക്കെ ഈ സോളമനും സോഫിയൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ എന്നറിയാം. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാണ്. എന്നാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പലരും പറയും ഇത് വെറും ഫിലിമിയാണ്, അല്ലെങ്കിൽ ഇത് ഫിക്ഷനാണ്, അല്ലാതെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ മുഴുവനായിട്ട് ഒപ്പോസ് ചെയ്ത് പറയുന്നതല്ല. പക്ഷേ ചിലതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓരോ ഇൻസിഡൻസൊക്കെ നല്ലപോലെ റിലേറ്റബിൾ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിലും ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈ കണ്ട ഫിലിംസിലെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന കുറേ ഇൻസിഡൻസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കേട്ടാൽ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും, ഒടുക്കത്തെ ഡ്രാമയും കുറച്ചൊക്കെ ക്രിഞ്ചൊക്കെ ആണെന്ന് അറിയാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഫിൽമി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫ് ഒരുപോലെ അല്ലല്ലോ. ഇതുപോലുള്ള ക്രിഞ്ച് പോകുന്ന കുറേ സ്റ്റോറീസൊക്കെ ചിലരുടെ ഇടയ്ക്ക് ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റോറി കൂടിയുണ്ട്. അത് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമിൽ നടന്നൊരു കാര്യമാണ്. 8ലോ 9ലോ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു ടൈമിൽ. അന്ന് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബുദ്ധി എന്നല്ല, വിവരമൊന്നും ഇല്ലാത്തൊരു പ്രായമാണല്ലോ. അപ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എല്ലാത്തിനോടും ഒരു ക്രേസാണല്ലോ ആ ഒരു ടൈമിൽ എന്നുള്ളത്.
അങ്ങനെ എൻ്റെ അടുത്ത ഡിവിഷനിലെ ഒരു കുട്ടീൻ്റെ അടുത്ത് പ്രണയം തോന്നുകയും അവളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അന്ന് ഈ ഒരു സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഒന്നിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ, ഒന്ന് കോമൺ ആയിട്ട് വരുന്നേ ഉള്ള ഒരു ടൈമാണെന്നുള്ളത്. അന്ന് ഞാൻ ഈ ജർമ്മനിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളി പ്ലേസ്, ഇവിടെയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരു ആപ്പിളിനെ ഡൗൺലോഡ് ചെയ്ത് സിങ്ങുന്ന ഒരു ടൈമായിരുന്നു. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അച്ഛൻ്റെ നമ്പറാണ് എൻ്റെ അടുത്ത് ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ നേരെ കയറിയിട്ട് ഐ ലവ് യു എന്ന് അയച്ചു കഴിഞ്ഞാൽ അവളച്ഛൻ പൊക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആപ്പിൽ കയറിയിട്ട് ഒരു ഐ ലവ് യുവിൻ്റെ ജർമ്മനി എങ്ങനെയാണെന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നോക്കി. അതിൽ നിന്ന് ഈസ്റ്റ് ലിബേൻ ഡു പ്രൊനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഈ മെസ്സേജ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ളതാണ്. ഈ ഈസ്റ്റ് ലിബേൻ ഡു എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ അവൾക്ക് അയച്ചു, അവളുടെ അച്ഛൻ്റെ നമ്പറിലേക്ക് അയച്ചു. എൻ്റെ താഴെ യൂസ് ജർമ്മൻ ഡിക്ഷണറി എന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ മെസ്സേജ് അയച്ചു. അടുത്ത ദിവസം ഇതെന്ത് കുന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. ഇതൊക്കെ ആ ഒരു ഏജിൽ കിടന്ന കുറേ പൊട്ടത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്കിത് ഭയങ്കര ഫിലിമി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിലിംസിൽ കാണുന്ന ചില സ്റ്റോറീസ് എല്ലാം നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ചില ആൾക്കാരുടെ അടുത്ത് സംഭവിച്ച കുറേ കാര്യങ്ങളായിരിക്കും. ഈവൻ എൻ്റെ അടുത്ത് കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിലിമായിട്ട് തോന്നിയല്ലോ. ആൻഡ് ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലവ് ടുഡേ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എൻ അമേസിങ് ഫിലിം. പേര് പറയുന്ന പോലെ ഈ ഒരു സമയത്ത് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നുള്ളത്. ലവ് ടുഡേ പാർട്ട്നേഴ്സ് അവരുടെ ഫോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ നടക്കുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഉടായ്പകളും ചില പൊട്ടത്തരങ്ങളും അതൊക്കെ പരസ്പരം അറിയുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും തന്നെ കുറേ ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് എന്താ പറയുക, ആൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടോ നമ്മളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നിട്ടും വേറെ ആൾക്കാരുടെ പുറകെ പോകുന്ന ചില ആൾക്കാർ എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഫോർ അസ് ടു ആക്സെപ്റ്റ്. ഇറ്റ്സ് നെവർ ഈസി ടു ആക്സെപ്റ്റ് അല്ലേ. സിനിമയുടെ കാര്യമാണല്ലോ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും കണ്ടിട്ടുണ്ടാകാൻ ചാൻസുള്ള ഒരു പടമാണ് യേ ജവാനി ഹേ ദിവാനി. അതിൽ നൈനയും ബണ്ണിയും സൺസെറ്റ് കാണാനായിട്ടിരിക്കുന്ന ഒരു സീനുണ്ട് എന്നുള്ളത്. അതിൽ രൺബീറിൻ്റെ ക്യാരക്ടർ, അതായത് ബണ്ണി നൈനയോടായിട്ട്, അതായത് ദീപികയോടായിട്ട് ചോദിക്കുന്ന ഒരു പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ മിസ്സായി കഴിഞ്ഞിട്ട് അവസാനം അത് അടിപൊളിയായി എന്നറിയുമ്പോൾ അത് നഷ്ടപ്പെട്ട് ഓർത്ത് റിഗ്രറ്റ് അടിക്കേണ്ടി വരുന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അതായത് പുള്ളിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവളുടെ കൂടെ ഇരിക്കുകയാണ് ഈ സൺസെറ്റ് കാണാനായിട്ട്. അപ്പോൾ നൈനയുടെ റിപ്ലൈ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നുള്ളത്. അത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്തായാലും അടിപൊളിയായിരിക്കും. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് മിസ്സാകും എന്നുള്ളത്. നമ്മൾ സ്വപ്നങ്ങളൊക്കെ പിറകിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയുള്ള മൊമെൻറ്റ്സ്, അവരുടെ ഹാപ്പിനെസ്, ചിലപ്പോൾ നമ്മളുടെ മൈൻഡിലൂടെ അതിങ്ങനെ ഓടുന്നുണ്ടാവും. പക്ഷേ നമ്മളധികം അതിനിങ്ങനെ വാല്യൂ കൊടുക്കാറില്ല എന്നുള്ളത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിക്കഴിഞ്ഞിട്ട് പിന്നെ അവരുമായിട്ട് ഒരു മെമ്മറീസ് അവരുമായിട്ട് ആ ഒരു മൊമെൻറ്റ്സൊക്കെ വീണ്ടും വേണമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ കിട്ടാനുണ്ടാവില്ല. ചിലപ്പോൾ അത് വെറും മെമ്മറീസ് ആയിരിക്കും. ഒരിക്കലും പിന്നീട് അവ തിരിച്ച് കിട്ടൂല എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ടാവും. ബണ്ണി നൈനയോട് അവൻ അമേരിക്കയിൽ പോയാൽ അവനെ മിസ് ചെയ്യുമെന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒരിക്കലും മിസ് ചെയ്യില്ല എന്നാണ് അവളോട് പറയുന്നത് എന്നുള്ളത്. കാരണം അവൾക്കറിയാം അവളെക്കാളും അവൻ്റെ ഡ്രീംസിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ബണ്ണീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൂടെയുള്ള ആൾക്കാരും അവരുടെ ഇമോഷൻസൊക്കെ ഒരു സെക്കൻഡറി ആണെന്നുള്ളതാണ്. അവർക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഇവൻ്റെ ഡ്രീംസും ഇവൻ്റെ ആഗ്രഹങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ അവസാനം ഇവന് വരുന്ന കുറേ തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ട് പോകുന്നതെന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പലർക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ കുറേ കാര്യങ്ങളായിരിക്കും അല്ലേ. ചില സിനിമകൾ വലിയൊരു തിരിച്ചറിവൊക്കെ തരുന്ന കൈൻഡ് ഓഫ് സിനിമകളുണ്ട്. ചിലത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ എന്താണ് നല്ലത് അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ലൈഫിലേക്ക് എടുക്കാനായിട്ട് എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു വൺ സൈഡ് ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഇതെന്നുള്ളത്. അതായത് ഈ ഫിലിം ഇങ്ങനെ പോകുന്ന സമയത്ത് അതിലെ മെയിൻ ലീഡ്സ് നിങ്ങളെ ക്രഷൊക്കെ ആയിട്ട് അവരെ അവിടേക്ക് അസ്യൂം ചെയ്യുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ രസമാണല്ലേ. കുഞ്ഞു ഫാൻറ്റസി ഒന്നും ഇല്ലാണ്ട് ലൈഫിൽ എന്തൊരു ലൈഫാണ്. അതുപോലെ തന്നെ ചില പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അത് നമുക്ക് വേണ്ടി തന്നെ എഴുതിയ വരികളാണോ എന്ന് വരെ നമുക്കിങ്ങനെ തോന്നിപ്പോവാറുണ്ട് എന്നുള്ളത്.
എന്തൊക്കെ പറഞ്ഞാലോ ലവ് ഇറ്റ്സ് എൻ അമേസിങ് ഫീലിംഗ് അല്ലേ. അതിപ്പോൾ ഫിലിംസിൽ മാത്രമല്ല റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാവാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പിന്നെയും പറയുകയാണ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ആൻഡ് ലവ്, ഡ്രീംസ്, അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റൈറ്റിങ്സും റീൽസൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഫോളോ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാണെങ്കിലും ഫോളോ ചെയ്യുക എന്നുള്ളത്. അക്ഷയ് സ്റ്റോറി ടെല്ലർ എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഓൾ. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. ബൈ.